ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. സൈലം പി എസ് സിയുടെ ടർബോ 12 സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർബോ 12 സീരീസ് എന്താണ് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ജൂൺ മാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന 12 ടോപ്പിക്കുകൾ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. 10th ലെവൽ LDC പോലുള്ള പരീക്ഷകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ 12 ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 12 ക്ലാസ്സുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സൈലം PSC നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ്. ജൂൺ മാസം 15-ാം തീയതി നടക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഓഫറുകൾ എന്തൊക്കെയാണ് എന്ന് ക്ലാസ്സിനിടയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. സോ ടർബോ 12 സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള കല, സാഹിത്യം, സംസ്കാരം, കായികം എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ കലാസാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രകല എന്ന് പറയുന്ന ഒരു ഭാഗം പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. ആനുകാലികമായിട്ട് ചില ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. സോ ചിത്രകല, കേരളീയ ചിത്രകലയുടെ ആരംഭം മുതൽ പരീക്ഷകളിൽ എത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ വരെ നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ചർച്ച ചെയ്യാം. സോ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളീയ ചിത്രകലയുടെ ആരംഭം എന്ന് പറയുമ്പോൾ ആദ്യകാലഘട്ടങ്ങളിൽ ചിത്രം എങ്ങനെയാണ് വരച്ചത് എന്ന് ചോദിച്ചാൽ, ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് നമ്മൾ ചിത്രം വരച്ചത് എങ്ങനെയാണ്? നിലത്താണ്, അല്ലെ? നിലത്താണ് ചിത്രം വരച്ചത്. എങ്ങനെ വരച്ചു? ചില നിറങ്ങളുള്ള പൊടികൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊടികൾ ഇട്ടുകൊണ്ട് ചില കളങ്ങൾ വരച്ചുകൊണ്ടാണ് കേരളീയ ചിത്രകലയുടെ ആരംഭം. നിലത്ത് കളങ്ങൾ വരച്ചുകൊണ്ട് ആ പല വർണ്ണങ്ങളിലുള്ള പൊടികൾ ഇട്ടുകൊണ്ട് കേരളീയ ചിത്രകലയുടെ ആരംഭം കുറിച്ചു എന്ന് പറഞ്ഞാൽ കേരളീയ ചിത്രകലയുടെ 1-ാം ഘട്ടം. ഈ ഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കളമെഴുത്ത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ചിത്രം വരയ്ക്കുന്നത് നിലത്താണ്. ഈ 1-ാം ഘട്ടത്തെ നമ്മൾ കളമെഴുത്ത് എന്നാണ് പറയുന്നത്. ഈ കളമെഴുത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെയുള്ള കൃത്രിമമായ നിറങ്ങളൊന്നുമല്ല, പകരം പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതിദത്തമായ നിറങ്ങളാണ്. അതും 5 നിറങ്ങളാണ്. ഈ 5 നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കറുപ്പ്, ചുവപ്പ്, വെളുപ്പ്, പച്ച, മഞ്ഞ എന്നിങ്ങനെയുള്ള 5 നിറങ്ങളാണ്. കളമെഴുത്തിന് മാത്രമല്ല ഈ നിറങ്ങളുടെ പ്രാധാന്യം. പടയണി എന്ന് പറയുന്ന കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന കോലങ്ങൾ നിർമ്മിക്കാൻ, വരയ്ക്കാൻ എടുക്കുന്ന നിറങ്ങളും ഇതേ 5 നിറങ്ങൾ തന്നെയാണ്. കറുപ്പ്, ചുവപ്പ്, വെളുപ്പ്, പച്ച, മഞ്ഞ. ഈ നിറങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കണം. ഇതാണ് കളമെഴുത്തിന്റെ രീതി. നമുക്ക് തുടങ്ങാം, അല്ലെ? 1-ാം ഘട്ടമായ കളമെഴുത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. തുടർന്ന് കേരളീയ ചിത്രകലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് എന്ന രീതിയിൽ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നു. സോ 1-ാം ഘട്ടം, കേരളീയ ചിത്രകലയുടെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് കളമെഴുത്തെന്ന് പറയുന്ന രീതി. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ നിറങ്ങളിലുള്ള പൊടികൾ തയ്യാറാക്കിയിട്ടാണ് കളമെഴുത്ത് വരയ്ക്കാറുള്ളത്. ഈ നിറങ്ങൾ, കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ 5 നിറങ്ങളാണല്ലേ? ഏതൊക്കെ നിറങ്ങളാണ്? വെള്ള, കറുപ്പ്, പച്ച, മഞ്ഞ, ചുവപ്പ്. ഇതെങ്ങനെയാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ പല രീതിയിലാണ്. മഞ്ഞ നിറം എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ചെയ്യുന്നത് എന്ത് തന്നെയാ? മഞ്ഞൾ പൊടിച്ച്, അല്ലെ മഞ്ഞളിൽ നിന്നുമാണ് മഞ്ഞ നിറം ഉണ്ടാക്കുന്നത്. ചുവന്ന നിറം ലഭിക്കുന്നതിന് പല രീതികളും ഉണ്ട്. ചെങ്കല്ല് പൊടിച്ച്, കുങ്കുമം പൊടിച്ച്. കറുത്ത നിറത്തിന് വേണ്ടി പല ഇലകളും വാട്ടിക്കരിച്ച് പൊടിച്ച് വെള്ളം ചേർത്ത് അത് നിറമാക്കി മാറ്റി അതിനെ ഉണക്കിയെടുത്തിട്ടൊക്കെയായിരുന്നു കളമെഴുത്തിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നത്. പച്ച നിറത്തിന് വേണ്ടി പച്ചപ്പാളയുടെ പിന്നിലെ പച്ച ചെത്തി എടുത്തുകൊണ്ട് പച്ച നിറം ഉണ്ടാക്കുന്നു. അതുപോലെ വെള്ള നിറത്തിന് വേണ്ടി പല ധാന്യങ്ങളുടെയും പൊടികൾ എടുക്കുന്നു. ഈ രീതിയിലൊക്കെയായിരുന്നു പണ്ട് കാലത്ത് കളമെഴുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. സോ കേരളീയ ചിത്രകലയുടെ 1-ാം ഘട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് കളമെഴുത്താണ്. കളമെഴുത്തിൽ ഉപയോഗിക്കുന്നത് 5 നിറങ്ങളാണ്. ആ 5 നിറങ്ങളും പ്രകൃതിദത്തമായിരിക്കണം എന്ന ഒരു വസ്തുത കൂടി നിങ്ങളിവിടെ ഓർത്തിരിക്കുക. ഓക്കെ. സോ എന്താണ് കളമെഴുത്ത് എന്ന് ചോദിച്ചാൽ ഇതാ ഈ കാണുന്നതാണ് കളമെഴുത്ത്. ആരാധനയുമായി ബന്ധപ്പെട്ട്
കാവുകളിലോ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ ദേവീ ക്ഷേത്രങ്ങളിലോ ഒക്കെയാണ് ഇത്തരം കോലങ്ങൾ വരയ്ക്കാറുള്ളത്. ചിലപ്പോൾ അത് നാഗത്തിൻ്റെ കോലമാവാം, ചിലപ്പോൾ അയ്യപ്പൻ്റെ കോലമാവാം, ചിലപ്പോൾ യക്ഷിയുടെ കോലമാവാം, മറുതയുടെ കോലമാവാം. ഇങ്ങനെ കോലങ്ങൾ വരയ്ക്കുക എന്നതാണ് ഈ ഒരു ചിത്രരചനാ രീതിയുടെ ഒരു രീതി. പക്ഷേ ഈ ചിത്രങ്ങൾ ഒരുപാട് ദിവസം ദൈർഘ്യമുണ്ടാവില്ല. കാരണം ഈ ഒരു ചടങ്ങിന് വേണ്ടി, ഈ ഒരു കലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമുള്ള ഒരു രചനാരീതിയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. മുടിയേറ്റ് പോലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പൊതുവെ ഇത്തരം കളമെഴുത്തുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കളമെഴുത്ത്, ഈ കളമെഴുത്ത് എന്ന് പറയുന്ന ഈ ഒരു ചിത്രരചനാ രീതി ഏതൊക്കെ കലകളുമായി ചേർന്നിരിക്കുന്നു നമുക്ക് നോക്കാം. കളമെഴുത്തും പാട്ട്, പുള്ളുവൻ പാട്ട് പോലുള്ള മറ്റൊരു സംഗീത ശാഖയാണ് അല്ലെ കളമെഴുത്തും പാട്ട്. പുള്ളുവൻ പാട്ടിനോട് വളരെയധികം സാമ്യമുള്ളൊരു പാട്ടാണ്. ഈ കളമെഴുത്തും പാട്ട് നടത്തുന്ന സമയത്ത് കളം എഴുതാറുണ്ട്. ഈ ചിത്രകല ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മുടിയേറ്റ്, അയ്യപ്പൻ തീയാട്ട്, ഭദ്രകാളി തീയാട്ട്, കോലം തുള്ളൽ, സർപ്പം തുള്ളൽ തുടങ്ങിയ അനുഷ്ഠാന കലകളിലൊക്കെ കളമെഴുത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഒരു ഭാഗത്ത് മുൻപ് ചോദിച്ചൊരു ചോദ്യത്തെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാണ്. മുടിയേറ്റ്. ഓക്കെ, മുടിയേറ്റ് എന്ന് പറയുന്ന കലാരൂപത്തിന് കളമെഴുത്തുമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. മുടിയേറ്റിലെ ഒരു ചടങ്ങ് തന്നെയാണ് കളമെഴുത്ത് അല്ലെ. തിരിയൊഴിച്ചിൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അല്ലെ, അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് കളമെഴുത്തിനും. ഇനി കളമെഴുത്തില് പ്രധാനമായിട്ടും വരയ്ക്കുന്ന പ്രധാനപ്പെട്ട മൂർത്തി ദേവികൾ അല്ലെങ്കിൽ കോലങ്ങൾ ആരുടേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാളിയുടെ കോലം വരയ്ക്കാറുണ്ട്. കാളി കോലം, ദുർഗ, അയ്യപ്പൻ, യക്ഷി, ഗന്ധർവൻ, നാഗങ്ങൾ. ഇത്തരം കോലങ്ങളാണ് പൊതുവെ കളമെഴുത്തിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കാറുള്ളത്. സോ ഒന്നാം ഘട്ടത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലെ. നിലത്ത് വരയ്ക്കുന്നു, ഇതൊരു തുടക്കമാണ്. നിലത്ത് വരച്ചിരിക്കുന്ന ഈ ചിത്രം രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത് ചുമരിലേക്കാണ്. കേരളീയ ചിത്രകലയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ചുമരിൽ വരയ്ക്കുന്നതാണ്. ചുമർ ചിത്രങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആ രണ്ടാം ഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? യെസ്, കേരളീയ ചിത്രകലയുടെ രണ്ടാം ഘട്ടം ചുമർ ചിത്രകല. ചുമർ ചിത്രകലയ്ക്ക് ചുമരിൽ വരയ്ക്കുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് പ്രകൃതിദത്തമായ നിറങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ കാലം മാറിയല്ലോ. ചുമർ ചിത്രകല ഇപ്പോഴും വളരെ സജീവമാണ്. ആഡംബരത്തിന് വേണ്ടി ചുമർ ചിത്രം വരയ്ക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിദത്തമായ നിറങ്ങൾ തന്നെ എടുക്കണമെന്ന നിബന്ധനയൊന്നും നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അക്രിലിക് നിറങ്ങളൊക്കെയാണ് ഇപ്പം കൂടുതലും ഉപയോഗിക്കുന്നത്. എന്നാലും ഇതിന്റെ തുടക്കകാലവും എങ്ങനെ തന്നെയായിരുന്നു? ആ പ്രകൃതിദത്ത നിറങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ പൊതുവെ നമ്മൾ ചുമർ ചിത്രകലയെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരുണ്ടല്ലോ, മ്യൂറൽ പെയിന്റിംഗ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. ചുമർ ചിത്രകലയെ പൊതുവേ നമ്മൾ മ്യൂറൽ പെയിന്റ് എന്നാണ് പറയുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, മ്യൂറൽ പെയിന്റ് മാത്രമല്ല ചുമർ ചിത്രം, മറ്റൊരു പെയിന്റ് കൂടെയുണ്ട്, ഫ്രെസ്കോ പെയിന്റിംഗ്. മ്യൂറൽ ആൻഡ് ഫ്രെസ്കോ, ഇത് രണ്ടും എന്ത് തന്നെയാ? ഇത് രണ്ടും ചുമർ ചിത്രങ്ങൾ തന്നെയാണ്, മ്യൂറൽ ആൻഡ് ഫ്രെസ്കോ. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. എന്താ വ്യത്യാസം? നിലത്ത് നിങ്ങൾ വരച്ചപ്പോൾ ആ പൊടി ഇട്ടങ്ങ് പോയാൽ മതി. ചുമരിലേക്ക് വരയ്ക്കുമ്പോഴോ ആ നിറം അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കണ്ടേ? നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിൽ ആ നിറം പറ്റിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ അവിടെ പശ ആവശ്യമാണ് അല്ല. മ്യൂറൽ പെയിന്റ് അല്ലെങ്കിൽ ഫ്രെസ്കോ പെയിന്റ്, നമ്മളിപ്പോൾ പറയുന്ന ചുമർ ചിത്രകലയ്ക്ക് എന്ത് വേണം? പശ വേണം. എന്നാലേ പെയിന്റ് അവിടെ പിടിച്ചു നിൽക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചുമരിൽ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ പശ അവിടെ നിർബന്ധമാണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാ നോക്കിയാലോ നമുക്ക്? യെസ്, ഇപ്പം ഒരു ചുമർ ചിത്രം നിങ്ങൾ വരയ്ക്കുകയാണ്. ഈ ചുമർ ചിത്രം വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. അതിൽ ആദ്യത്തെ രീതി ഇതാണ്. നിങ്ങൾ ചുമരിൽ എന്ത് ചെയ്യുക? പശ തേക്കുക. ഈ പശ തേച്ച് ആ പശ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ചിത്രം അവിടെ വരയ്ക്കുന്നു. പശ ഉണങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം. ആ വരച്ച് കഴിഞ്ഞിട്ട് ആ പശയോടൊപ്പം ആ ചിത്രം അവിടെ ഉണങ്ങും. രണ്ടാമതൊരു രീതിയുണ്ട്. ആ രണ്ടാമത്തെ രീതി എന്താ? നിങ്ങൾ പശ തേക്കുന്നു, പശ ഉണങ്ങിയ ശേഷം നിങ്ങൾ ചിത്രം വരയ്ക്കുന്നു അല്ലേ.
ചുമർചിത്രങ്ങളെ നമ്മൾ ഇങ്ങനെ 2 രീതിയിൽ തരംതിരിക്കുകയാണ്. ചുമരിൽ തേച്ചിരിക്കുന്ന പശ ഉണങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം, ഉണങ്ങിയ ശേഷം ചിത്രം വരയ്ക്കാം. ഏതൊക്കെയാ നോക്കിയാലോ? യെസ്, ചുമരിന്മേൽ തേക്കുന്ന പശ ഉണങ്ങുന്നതിന് മുൻപേ അവയിൽ ചിത്രം വരയ്ക്കുന്നതിനെ ഫ്രസ്കോ എന്ന് പറയുന്നു. പശ ഉണങ്ങുന്നതിന് മുൻപേ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രസ്കോ പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഫ്രസ്കോ. അപ്പോൾ ഉണങ്ങിയ ശേഷമാണെങ്കിൽ അതിനെയാണ് മ്യൂറൽ പെയിന്റ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ആഡംബരത്തിന് വേണ്ടി വരയ്ക്കുന്ന ചുമർ ചിത്രങ്ങളിലെ ഭൂരിഭാഗവും എന്ത് തന്നെയാ? അത് മ്യൂറൽ പെയിന്റ് ആണ്. കാരണം പശ ഉണങ്ങിയ ശേഷമാണ് കൂടുതലും വരയ്ക്കാറുള്ളത്. സോ കേരളീയ ചുമർ ചിത്രകലയെ നമുക്ക് എന്ത് ചെയ്യാം? 2ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയായിരുന്നു? ഫ്രസ്കോ ആൻഡ് മ്യൂറൽ. പശ ഉണങ്ങുന്നതിന് മുൻപാണെങ്കിൽ ഫ്രസ്കോ, പശ ഉണങ്ങിയതിന് ശേഷമാണെങ്കിൽ മ്യൂറൽ പെയിന്റ് എന്നും അറിയപ്പെടുന്നു. ധാരണയായെന്ന് കരുതുന്നു. 2ാം ഘട്ടമായ ചുമർ ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ PSCയിൽ വരാറുണ്ട്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ചുമർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാ? ക്ഷേത്രങ്ങളിലായിരുന്നു. അത് തന്നെ ഗുഹാക്ഷേത്രങ്ങളിലായിരുന്നു. ഗുഹാക്ഷേത്രങ്ങളിൽ നിന്ന് മറ്റു ക്ഷേത്രങ്ങളിലേക്ക് അത് വന്നു. പിന്നീട് കൊട്ടാരങ്ങളിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അവിടെ നിന്നും അടുത്ത ഒരു തലമുറയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കാണാൻ പറ്റിയത് തറവാട് വീടുകളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരുന്നു തുടക്കത്തിലൊക്കെ ചുമർ ചിത്രങ്ങൾ സജീവമായിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഉദയം പേരൂർ സുന്നഹദോസിന് ശേഷം ക്രൈസ്തവ ആരാധനാലയങ്ങളിലേക്കും ചുമർ ചിത്രം കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ ഉദയം പേരൂർ സുന്നഹദോസിന് ശേഷം ക്രൈസ്തവ ആരാധനാലയങ്ങളിലേക്ക് ചുമർ ചിത്രങ്ങൾ കടന്നു വരുന്നു എന്ന് മാത്രവുമല്ല, ചുമർ ചിത്രങ്ങൾക്ക് വലിയ വലിയ പ്രാധാന്യമാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ചുമർ ചിത്ര പരിശീലന കേന്ദ്രങ്ങൾ പോലും കേരളത്തിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ചുമർ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പ്രധാന വസ്തുതകൾ. നമ്മളിപ്പോൾ കാണുന്ന ചുമർ ചിത്രം, ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏതൊരു ഭാഗത്തുള്ള ചിത്രമാണ്. കാരണം പിന്നിൽ ഒരു ഒട്ടകത്തെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ ചുമർ ചിത്രം എവിടെയാണ്? രാജസ്ഥാനിലുള്ള ഒരു ചുമർ ചിത്രമാണ്. ഈ ചിത്രം ഞാനിവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ചുമർ ചിത്രങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമല്ല, അത് രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുമർ ചിത്രങ്ങളുള്ള സംസ്ഥാനം അത് രാജസ്ഥാനാണ് എന്ന വസ്തുത ആദ്യം മനസ്സിലാക്കുക. എന്നാൽ 2ാം സ്ഥാനത്ത് ആരാണ്? അത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഏറ്റവും കൂടുതൽ ചുമർ ചിത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ചുമർ ചിത്രങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് നമ്മൾ കേരളമാണ് എന്ന വസ്തുത മനസ്സിലാക്കുക. സോ നമ്മുടെ കേരളത്തിലെ ചിത്രകലയെ അല്ലെങ്കിൽ ചുമർ ചിത്രകലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കിപ്പം കാണാൻ സാധിക്കുന്ന പഴയ വല്ല ചിത്രം ഉണ്ടെങ്കിൽ ഒരിക്കലും കളമെഴുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം കളമെഴുത്തൊക്കെ ഒരു 2-3 ദിവസത്തേക്കൊക്കെ അവിടെ ഉണ്ടാവത്തുള്ളൂ അല്ലേ, നിലനിർത്താൻ പറ്റില്ല. പക്ഷേ ചുമർ ചിത്രങ്ങൾ ചിലപ്പം നിലനിന്നേക്കാം. കാരണം അത്യാവശ്യം നല്ല പശയൊക്കെ തേച്ച് വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ ഒരു പക്ഷേ ലാസ്റ്റ് ചെയ്തേക്കാം. നമുക്ക് നോക്കിയാലോ, അങ്ങനെ ഏതെങ്കിലും നിലനിൽക്കുന്ന ചുമർ ചിത്രങ്ങൾ കേരളത്തിലുണ്ടോ? നമ്മൾ പരിശോധിച്ച സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പഴയ ചുമർ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ആയി ഭരണകാലത്ത് കന്യാകുമാരി ജില്ലയിലെ തിരുനന്ദിക്കരയിലുണ്ടായിരുന്ന ഒരു ഗുഹാക്ഷേത്രത്തിന്റെ മച്ചിൽ കാണപ്പെട്ട ചിത്രമാണ്. ആ ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആയി ഭരണകാലത്ത് കന്യാകുമാരിയിൽ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിന് മുകളിൽ വരച്ചിരിക്കുന്ന ഈ ചിത്രം നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ചുമർ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ കാണുന്ന ചിത്രമാണ്. സോ കേരളത്തിലെ ഏറ്റവും പഴയ ചുമർ ചിത്രം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം അത് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുമർ ചിത്രമാണ്. ഓക്കെ, ഈ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുമർ ചിത്രം വരച്ചിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ആയി ഭരണ കാലഘട്ടത്തിലായതുകൊണ്ട് കേരളത്തിലെ ചുമർ ചിത്രങ്ങളുടെ ആരംഭഘട്ടം എന്ന് പറയുന്നത് ആയി ഭരണ കാലഘട്ടമാണ് എന്നുകൂടെ ഓർക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്രം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് തിരുനന്ദിക്കര.
ഈ ക്ഷേത്രത്തിലേതാണ്. കാരണം പഴയ തിരുവിതാംകൂറുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന, അവരുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു ക്ഷേത്രമായതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ ചുമർചിത്രം എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിനു മുൻപുള്ള വല്ല ചുമർചിത്രവും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആദ്യത്തെ ചുമർചിത്രം തിരുനന്ദിക്കര. ഓക്കെ, അവിടെ നിന്നുമുള്ള മാറ്റങ്ങൾ, ചുമർചിത്രങ്ങളിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. രചനാരീതി മാറിയിട്ടുണ്ട്, ഉപയോഗിക്കുന്ന പശ മാറിയിട്ടുണ്ട്, ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ചിത്രങ്ങളും മാറിയിട്ടുണ്ട്. ചുമർചിത്രകല ക്ഷേത്രങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലെത്തി, കൊട്ടാരങ്ങളിൽ നിന്ന് തറവാടുകളിലെത്തി, പിന്നീട് അത് ക്രൈസ്തവ ആരാധനാലയങ്ങളിലേക്ക് എത്തി. ചുമർചിത്രകല ക്രൈസ്തവ ആരാധനാലയങ്ങളിലേക്ക് എത്തുന്നത് ഏത് കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് 1599 ശേഷമാണ്. 1599 ഉദയം പേരൂർ സുന്നഹദോസിന്റെ പ്രാധാന്യം കേരള ചരിത്രത്തിലെ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? യെസ്, ഈ ഉദയം പേരൂർ സുന്നഹദോസിന് ശേഷമാണ് കേരളത്തിലെ ക്രൈസ്തവ പള്ളികളിൽ ചുമർചിത്രങ്ങൾ കൂടുതലായി വരപ്പിച്ചു തുടങ്ങിയത്. ഒരുപാട് ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ ചുമർചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മട്ടാഞ്ചേരി പള്ളിയിൽ ചുമർചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ കേരളീയ ചുമർചിത്രകലയുടെ നവോത്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഉദയം പേരൂർ സുന്നഹദോസിന് ശേഷമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പല ഉദ്യോഗാർത്ഥികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്താണ് കൺഫ്യൂഷൻ? കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഏത്? അത് തന്നെയാണ് കൺഫ്യൂഷൻ. ഒരുപാട് കാലമായിട്ട് പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഗജേന്ദ്രമോക്ഷം എന്നായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ചിത്രം, ചുമർചിത്രം വളരെ വലിയൊരു ചുമർചിത്രമാണെങ്കിൽ പോലും നിലവിൽ അത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ചുമർചിത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഇനി മുതൽ നമ്മൾ പഠിക്കുന്നത് വർക്കലയിലെ പെർഫോമിംഗ് ആർട്ട് ഗാലറിയിൽ സ്ഥിതി ചെയ്യുന്ന, വരച്ചിരിക്കുന്ന ഈ ഒരു ചുമർചിത്രമാണ്. ആറന്മുള ഗുരുകുലത്തിലുണ്ടായിരുന്ന ചിത്രകാരന്മാർ ചേർന്നുകൊണ്ട് വരച്ചിരിക്കുന്ന ഈ ചുമർചിത്രമാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. സോ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഏതാണ്? പെർഫോമിംഗ് ആർട്ട് ഗാലറിയിലുള്ള ചുമർചിത്രം. എവിടെ? വർക്കല. ക്ലിയർ ആണെന്ന് കരുതുന്നു. യെസ്, ഇനി നിങ്ങൾക്ക് ചുമർചിത്രം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ചുമർചിത്രം പരിശീലിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സ്ഥാപനമുണ്ട് അല്ലേ? ഈ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഗുരുവായൂരാണ്. കേരളീയ ചുമർചിത്രകലയുടെ നവോത്ഥാന കേന്ദ്രമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം ചില സമുദായങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ചുമർചിത്രകലയെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാപനമാണ് ഗുരുവായൂർ കേന്ദ്രീകരിച്ച് 1989 ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥാപനം. അപ്പോൾ കേരളത്തിൽ ചുമർചിത്രം പരിശീലിപ്പിക്കുന്ന സ്ഥാപനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂരാണ്. 1989 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. സോ ചുമർചിത്ര പഠന കേന്ദ്രവും നമ്മൾ പരിചയപ്പെട്ടു. യെസ്, ഇനി കേരളത്തിലുണ്ടായിരുന്ന പഴയകാല പല ചുമർചിത്രങ്ങളുടെയും മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിലൊരു ചുമർചിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ചുമർചിത്ര മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ചുമർചിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലങ്കോട് ഹൗസാണ്. കൊല്ലങ്കോട് ഹൗസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങ് പാലക്കാട്ടേക്ക് ചിന്തിക്കും അല്ലേ? ഇത് പാലക്കാടല്ല, തൃശ്ശൂരാണ്. കൊല്ലങ്കോട് ഹൗസ് അല്ലെങ്കിൽ കൊല്ലങ്കോട് മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. ഇതാണ് കേരളത്തിലെ ചുമർചിത്രകല മ്യൂസിയം എന്നറിയപ്പെടുന്നത്. യെസ്, പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർചിത്ര നഗരം ഏത്? കേരളത്തിലെ ചുമർചിത്രകലയുടെ പൈതൃകം വിളിച്ചോതുന്ന നഗരം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ചുമർചിത്ര നഗരം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ ഒതുക്കുന്നത് ശരിയല്ല. കാരണം ഇതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചുമർചിത്ര നഗരം. ഏതാണ്? അത് നമ്മുടെ കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർചിത്ര നഗരം എവിടെയാണ്? കോട്ടയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെച്ചോണ്ടേ. യെസ്, നമ്മൾ ഏറ്റവും വലിയ ചുമർചിത്രത്തെ പരിചയപ്പെട്ടു അല്ലേ?
എവിടെയായിരുന്നു? വർക്കല പെർഫോമിംഗ് ആർട്ട് ഗാലറിയിൽ നമ്മുടെ ആറന്മുള ഗുരുകുലത്തിലുണ്ടായിരുന്ന ആറന്മുള ഗുരുകുലത്തിലെ ചിത്രകാരന്മാർ ചേർന്ന് വരച്ച ഏറ്റവും വലിയ ചുമർചിത്രം നമ്മൾ പരിചയപ്പെട്ടു. ഇതാ നമ്മുടെ പരീക്ഷയിൽ നമ്മളെ പലപ്പോഴും തെറ്റിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന ആ ചുമർചിത്രം ഏതാ? ഗജേന്ദ്രമോക്ഷം അല്ലെ? ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്, കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഇപ്പോഴേറ്റവും വലുത് ഗജേന്ദ്രമോക്ഷം അല്ല കേട്ടോ. എന്നാലും ചോദ്യം വരും, ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം എവിടെയാണ്? അത് ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന വസ്തുത ഓർത്തുവെക്കുക. ക്ലിയർ? യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട ചുമർചിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം കണ്ടു. ഇനി മൂന്നാമതൊരു ചുമർചിത്രത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. അഘോരമൂർത്തി. അഘോരമൂർത്തി എന്നറിയപ്പെടുന്ന ചുമർചിത്രം കാണുമ്പോൾ തന്നെ ആ പേരിനോട് നീതി പുലർത്തുന്ന ഒരു ചിത്രമാണ് അല്ലെ? അഘോരമൂർത്തി അല്ലെ? ഒരു ചെറിയൊരു ഭയമൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ചുമർചിത്രമാണ്. എവിടെയാണ് ഈ അഘോരമൂർത്തി ചുമർചിത്രം എന്നാണ് നമ്മളോട് ചോദിക്കുക. വളരെ പ്രസിദ്ധമായിരിക്കുന്ന തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലാണ്. ഏത് ക്ഷേത്രത്തിലാ? കേരളത്തിലെ പ്രധാനപ്പെട്ട ചുമർചിത്രങ്ങളിൽ ഒന്നായ അഘോരമൂർത്തിയുടെ ചിത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പരീക്ഷകളിലൊക്കെ പലതവണ വന്നുപോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അല്ലെ? ഏഴരപ്പൊന്നാന, നടരാജ വിഗ്രഹം. അവിടെ അതാ മറ്റൊരു ഫാക്ട് കൂടെ നമുക്ക് പഠിക്കണം. എന്താ? അഘോരമൂർത്തി ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് ക്ഷേത്രമാണ്? ആബ്സല്യൂട്ട്ലി അത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. യെസ്, അഘോരമൂർത്തി എന്ന് പറഞ്ഞ ചുമർചിത്രത്തെയും നമ്മളൊന്ന് പരിചയപ്പെടുക. റെഡി? സോ നെക്സ്റ്റ്, ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ടർബോ 12 അല്ല, ടർബോ 12 സീരീസ്. ആ ടർബോ 12 സീരീസിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾ നിർബന്ധമായും ഈ ജൂൺ മാസം 15-ാം തീയതി നടക്കുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം സൈലം PSC നിങ്ങളെ വെറുതെ വിളിക്കുന്നതല്ല അല്ലേ? നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഒരുപാട് തെളിവുകളുമായിട്ട് തന്നെയാണ് സൈലം വന്നിരിക്കുന്നത്. സോ സൈലത്തിൽ വരാൻ പോകുന്ന LDC 2027 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വരുമെന്ന കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ് അല്ലേ? അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ബാച്ച് ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഫീസ് ഡീറ്റെയിൽ തുടങ്ങിയവയ്ക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ കോൺടാക്ട് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളുക. അതുപോലെ നമ്മുടെ ഫീസ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തെ കോഴ്സ് ഫീ നമുക്ക് വരുന്നത് 1999 രൂപ മാത്രമാണ്. സോ നിങ്ങൾ വൈകിക്കരുത്. കാരണം 2027 LDC പരീക്ഷ അല്ലെ, പാവങ്ങളുടെ സിവിൽ സർവീസ്, ഇനിയും വൈകിച്ചാൽ നമ്മുടെ മത്സരം കടുക്കും. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കൂടി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് വൈകിക്കരുത്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യവും കൂടെ എപ്പോഴും ശ്രദ്ധിച്ചോളുക. നിങ്ങളുടെ ജീവിതത്തിലെടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അവിടേക്ക് ഒരു കാര്യവും കൂടെ ഞാൻ ചേർത്തോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമോ പരാജയപ്പെടണമോ എന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ ചില തീരുമാനങ്ങളാണ്. വിജയിക്കണമോ പരാജയപ്പെടണമോ എന്നത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. സോ നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾക്ക് വിജയിക്കണമോ അല്ലെങ്കിൽ പരാജയപ്പെടണമോ? വിജയിക്കാൻ ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. സോ സെലക്ട് ചെയ്യാം. യെസ്. ദെൻ നിലത്ത് വരച്ചിരിക്കുന്ന കളമെഴുത്തിൽ നിന്ന് നമ്മൾ ഇനി എങ്ങോട്ട് പോയി? രണ്ടാം ഘട്ടത്തിൽ ചുമരിലേക്ക് പോയി. അപ്പൊ നിലത്ത് വരച്ചു, ചുമരിൽ വരച്ചു. ഇനി നമ്മളിതാ പേപ്പറിലേക്ക്, ഒരു ക്യാൻവാസിലേക്ക് ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ഒരു ക്യാൻവാസിലേക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടി നമ്മളെ ചിന്തിപ്പിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയാണ് അല്ലെ? പാശ്ചാത്യ ചിത്ര രീതിയാണ് ക്യാൻവാസിൽ വരയ്ക്കുക എന്നത്. അങ്ങനെ ക്യാൻവാസിലേക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നമ്മളെ പരിശീലിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അത്രയും വലിയ ചിത്രകാരന്മാരൊന്നും നമുക്ക് ഇവിടെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ? എന്നാലും കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ വികാസം പുതിയ ശൈലികൾക്കും കാഴ്ചപ്പാടുകൾക്കും വഴിതെളിച്ചു.
പരമ്പരാഗതമായ രീതികളിൽ നിന്നും മാറി പാശ്ചാത്യ ശൈലികളുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു. പ്രധാനമായിട്ടും ഇതിന് സഹായിച്ചത് ആര് തന്നെയാ? ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഓക്കെ, അപ്പം ആധുനിക ചിത്രകല അല്ലെങ്കിൽ ചിത്രകലയുടെ 3ാം ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിലത്ത് നിന്നും ചുമരിലെത്തി, ചുമരിൽ നിന്ന് അത് ക്യാൻവാസിലേക്ക് മാറാൻ പോവുകയാണ്. എങ്ങനെയാണ് ഒരു ക്യാൻവാസിൽ വരയ്ക്കേണ്ടത്, എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ പരിചയപ്പെടുത്തിയെങ്കിലും വരയ്ക്കാൻ അറിയുന്ന ആരെങ്കിലും വേണ്ടേ നമുക്ക്, അല്ലെ? കഴിവുള്ളവർ വേണ്ടേ? അങ്ങനെ കേരളീയ ചിത്രകലയുടെ 3ാം ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് കേരളത്തിൽ ഒരു കലാകാരൻ, ഇന്ത്യൻ ചിത്രകലാ ചരിത്രത്തിലെ തന്നെ ഒരു അനശ്വര പ്രതിഭ ജനിക്കുകയാണ്. തിരുവനന്തപുരം കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന് ആ കൊട്ടാരത്തിന് ചുമരുകൾ മുഴുവൻ കിട്ടിയ നിറം കൊണ്ട്, കരിക്കട്ട കൊണ്ട് തൻ്റെ ചിത്രങ്ങൾ വരച്ച് തൻ്റെ കുടുംബാംഗങ്ങളെ പോലും ഞെട്ടിച്ച ആ ചിത്രകാരൻ രാജ രവിവർമ്മ. കേരളീയ ചിത്രകലയുടെ 3ാം ഘട്ടം എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അല്ലേ? കാരണം ഇന്ത്യൻ ചിത്രകലയിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ചിത്രകാരനാണ് മലയാളിയായ രാജ രവിവർമ്മ. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന സ്ഥാനം അലങ്കരിക്കുന്നത് മലയാളിയായ രാജ രവിവർമ്മയാണ്. എന്നാൽ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് നന്ദലാൽ ബോസാണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് രാജ രവിവർമ്മയും ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് നന്ദലാൽ ബോസുമാണ്. ഇറ്റ്സ് എ കൺഫ്യൂസിംഗ് ഫാക്ട്. ക്ലിയർ? അതുമാത്രവുമല്ല, ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ചിത്രമെഴുത്ത് വലിയ കോയിത്തമ്പുരാൻ എന്നാണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നും ചിത്രമെഴുത്ത് വലിയ കോയിത്തമ്പുരാൻ എന്നും ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരനെന്നും രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരനും എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? രാജ രവിവർമ്മയാണ്, അല്ലേ? രാജ രവിവർമ്മ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ചിത്രകാര് തന്നെയായിരുന്നു. മംഗളാഭായി എന്ന് പറയുന്ന സഹോദരി ചിത്രം വരയ്ക്കുമായിരുന്നു. രാജരാജവർമ്മ എന്ന സഹോദരൻ ചിത്രം വരയ്ക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഴിവ് അതിനേക്കാൾ വലുതായിരുന്നു, അല്ലെ? ചുമരുകളിൽ വരച്ച് ചിത്രങ്ങൾ വരച്ച് നിറച്ചു വെച്ചു. കിളിമാനൂർ കൊട്ടാരം മുഴുവൻ ചിത്രങ്ങൾ വരച്ച് നമ്മുടെ രാജ രവിവർമ്മയുടെ കുട്ടിക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ഭാഷ, സംസ്കൃത ഭാഷ പഠിപ്പിച്ചത് ആരാണെന്ന് നമുക്കറിയാം. കേരള നവോത്ഥാനത്തിലെ അറിയപ്പെടുന്ന തൈക്കാട്ടയ്യ തന്നെയാണ് രാജ രവിവർമ്മയുടെ ഗുരുനാഥൻ. തൈക്കാട്ടയ്യയിൽ നിന്നും സംസ്കൃതം പഠിച്ച് തൻ്റെതായ രീതിയിലുള്ള ചിത്രങ്ങളും വരച്ചു പോകുന്ന സമയത്താണ് ഒരിക്കൽ അദ്ദേഹം തൈക്കാട്ടയ്യയോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. എന്താ? തനിക്ക് ഓയിൽ പെയിന്റ് എന്ന് പറയുന്ന ആധുനിക ചിത്രരീതി പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് തൈക്കാട്ടയ്യയോട് ചോദിക്കുവാണ്. പക്ഷേ അത്രയും വലിയ ബന്ധമൊന്നും ആർക്കുണ്ടാവില്ല, തൈക്കാട്ടയ്യയ്ക്ക് ഉണ്ടാവില്ല. അങ്ങനെ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തൈക്കാട്ടയ്യ പറഞ്ഞു, എന്തെങ്കിലും ഒരു ദിവസം തനിക്ക് തൻ്റെ ശിഷ്യന് അത് സാധിക്കുമെന്ന് ഒരു ആത്മവിശ്വാസം കൊടുത്തു തൈക്കാട്ടയ്യ. എന്നാൽ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവ് രാജ രവിവർമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടെങ്കിലും ഒരു ദിവസം രവിവർമ്മയോട് ചോദിക്കുവാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പം രവിവർമ്മ പറഞ്ഞു, എനിക്കിങ്ങനെ ഓയിൽ പെയിന്റ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓയിൽ പെയിന്റ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ആയില്യം തിരുനാൾ എന്ത് ചെയ്തു? തമിഴ്നാട്ടിൽ നിന്നും ഒരു കലാകാരനെ കൊണ്ടുവരികയാണ് രാജ രവിവർമ്മയെ ഓയിൽ പെയിന്റ് പഠിപ്പിക്കാൻ. ആ കലാകാരൻ വന്നു. കിളിമാനൂർ കൊട്ടാരത്തിൽ വന്ന ശേഷം ആദ്യം തന്നെ ചോദിച്ചത് എന്താ? രവിവർമ്മയുടെ ചില ചിത്രങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാരണം എത്രമാത്രം കഴിവുണ്ടെന്നൊന്ന് അറിയണമല്ലോ, എന്നിട്ട് വേണമല്ലോ പഠിപ്പിക്കാൻ. അങ്ങനെ ചിത്രങ്ങൾ വല്ലതും വരച്ചതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആയില്യം തിരുനാൾ പറഞ്ഞു, ഈ കൊട്ടാരത്തിലൂടെ അങ്ങോട്ട് നടന്നോളൂ, കാരണം ചുമര് മുഴുവൻ രവിവർമ്മ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ ഓരോന്നായിട്ടും കണ്ടുവന്ന ആ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ആ ഗുരുനാഥൻ അന്ന് പറഞ്ഞത്, ഞാൻ രവിവർമ്മയെ പഠിപ്പിക്കില്ല എന്നാണ്. രവിവർമ്മയെ ഞാൻ പഠിപ്പിക്കില്ല, കാരണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നാശത്തിന് കാരണമാവും. കാരണം ഇയാളുടെ കഴിവ് കണ്ടപ്പോൾ ആ ഗുരുനാഥന് മനസ്സിലായി എനിക്ക് പണിയാവും, അതുകൊണ്ട് അയാൾ അന്ന് വിട്ടു. പക്ഷേ ആയില്യം മഹാരാജാവിനെ സംബന്ധിച്ച് ഇതൊരു വാശിയായി മാറി. ഏത് വിധനെയും തൻ്റെ രവിവർമ്മയ്ക്ക്
ഒരു മികച്ച ഓയിൽ പെയിന്റ് ചിത്രകാരനെ എത്തിച്ചു തരുമെന്ന് തന്നെയായിരുന്നു അന്ന് ആയില്യം തിരുനാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി യൂറോപ്യന്മാരുടെ സഹായത്തോടു കൂടി തിയോഡർ ജാൻസൺ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ ചിത്രകാരനെ അദ്ദേഹം നമ്മുടെ കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ആ തിയോഡർ ജാൻസൺ എന്ന് പറയുന്ന ആ ചിത്രകാരന്റെ ശിക്ഷണത്തിൽ നമ്മുടെ രാജാ രവിവർമ്മ ഓയിൽ പെയിന്റ് പഠിക്കുകയുണ്ടായി. അങ്ങനെ ഓയിൽ പെയിന്റ് പഠിച്ച ശേഷം നമ്മുടെ രാജാ രവിവർമ്മ സ്വന്തമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മദ്രാസ് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ ഓയിൽ പെയിന്റ് ചിത്രരചനാ മത്സരം നടന്നപ്പോൾ അന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തു രാജാ രവിവർമ്മ. അന്ന് അദ്ദേഹം അവിടെ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു, മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന് പറഞ്ഞൊരു ചിത്രം. ആ ചിത്രം അദ്ദേഹം വരച്ചു. ഓയിൽ പെയിന്റിംഗ് ആയിരുന്നു. അന്ന് സമ്മാനം അനൗൺസ് ചെയ്തു. ആ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് രാജാ രവിവർമ്മയായിരുന്നു. മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു. എന്നാൽ അവിടെ മറ്റൊരു ചരിത്രം അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. ആ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് തന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു പോയ ആ തമിഴ്നാട്ടിലെ ആ ഗുരുനാഥനായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ ഒരു രീതിയിൽ നമുക്ക് പറയാം, രവിവർമ്മ ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല, ഒരു റിവെഞ്ച് മാസ്റ്റർ കൂടെയായിരുന്നു. ഈ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ പിന്നീട് നമ്മൾ ഒരുപാട് കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവെന്ന് പറയുന്നത് 1893 ചിക്കാഗോ സർവമത സമ്മേളനം നടക്കുമ്പോൾ സ്വാമി വിവേകാനന്ദന്റെ കൂടെ അന്ന് വേദി പങ്കിടാൻ ഭാഗ്യം കിട്ടിയ ഇന്ത്യക്കാരൻ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് രാജാ രവിവർമ്മയാണ്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദനൊപ്പം വേദി പങ്കിട്ട ആ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ വിവേകാനന്ദന്റെ ദീർഘപ്രസംഗത്തിന് ശേഷം വിവേകാനന്ദൻ രവിവർമ്മയെ അവിടെ പരിചയപ്പെടുത്തി. കൂടെ പറഞ്ഞു ഇദ്ദേഹം ഒരു ചിത്രകാരനാണെന്ന് പറഞ്ഞു. ആ വേദിയിൽ വെച്ച് രാജാ രവിവർമ്മ ഒരു ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ പേരുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പേര്, ഒരു ഇംഗ്ലീഷ് നാമമുള്ള ഒരു ചിത്രം. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം വരച്ചിരിക്കുന്ന ആ ചിത്രത്തിന്റെ പേരാണ് ദേർ കംസ് പപ്പ, ദാ അച്ഛൻ വരുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വരച്ച് നമുക്ക് സമ്മാനിച്ചു. ആ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ മുഴുവനുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന പല ദൈവങ്ങളുടെയും രൂപം രാജാ രവിവർമ്മയിലൂടെയാണ് അവർ കണ്ടിരിക്കുന്നത്. അല്ലേ? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളിലൂടെയാണ് പല ദൈവങ്ങളുടെയും സങ്കല്പം, പല ദൈവങ്ങളുടെയും രൂപം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത്. അത്രയും വലിയൊരു ചിത്രകാരനായ രാജാ രവിവർമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്താണെന്ന് ചോദിച്ചാൽ, നാസ ബുധനിൽ കണ്ടെത്തിയ, മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹത്തിൽ കണ്ടെത്തിയ ഒരു ഗർത്തത്തിന് അവർ നൽകിയ പേര് രാജാ രവിവർമ്മ ഗർത്തം എന്നാണ്. ചെറിയൊരു കുഴിക്കാണെങ്കിലും മലയാളികൾക്ക് അവകാശത്തോടു കൂടി പറയാൻ സാധിക്കുമല്ലോ, നമ്മുടെ പേര് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഓക്കെ, അപ്പം നമുക്ക് രവിവർമ്മയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ രാജാ രവിവർമ്മ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ, രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ, ഇതെല്ലാം നമ്മുടെ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മയുടെ ജീവിതരേഖയിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് കാലം ജീവിച്ച ഒരു വ്യക്തിയല്ല. കേരളം കണ്ട ഏറ്റവും വലിയ കലാകാരന്മാർ രാജാ രവിവർമ്മ ചുരുങ്ങിയ കാലമേ ജീവിച്ചിട്ടുള്ളൂ. ഏറ്റവും വലിയ സംഗീതജ്ഞൻ സ്വാതി തിരുനാൾ വളരെ ചുരുങ്ങിയ കാലമേ ജീവിച്ചിട്ടുള്ളൂ. രാജാ രവിവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1848 ഏപ്രിൽ 29 മുതൽ 1906 ഒക്ടോബർ 2 വരെയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇദ്ദേഹം മരിച്ചത് 1906 ഒക്ടോബർ 2. ഒക്ടോബർ 2 എന്താണ് പ്രത്യേകത? ഗാന്ധി ജയന്തി ദിനത്തിൽ മരണപ്പെട്ട ചിത്രകാരൻ ആര്? അല്ലേ? ഗാന്ധി ജയന്തി ദിനത്തിൽ മരണപ്പെട്ട ചിത്രകാരൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് രാജാ രവിവർമ്മയാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ മരണപ്പെട്ട ചിത്രകാരൻ. ക്ലിയർ? നോക്കാം. 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദനൊപ്പം വേദി പങ്കിട്ട മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് രവിവർമ്മയാണ്. അല്ലേ?
അന്ന് അവിടെ വെച്ച് അദ്ദേഹം വരച്ച ചിത്രം, പൊതുവേ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ മോഡലായിട്ട് ആരെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വരയ്ക്കാറുള്ളത്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ചിക്കാഗോ സർവ്വമത സമ്മേളനത്തിൽ അദ്ദേഹം വരയ്ക്കാൻ വേണ്ടി ഒരു മോഡലിനെ കണ്ടെത്തിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഓർക്കുന്നൊരു രൂപമുണ്ട്, ഒരു മോഡലുണ്ട്. അത് അദ്ദേഹത്തിന്റെ മകള് തന്നെയാണ് കേട്ടോ, മഹാവത. ചിക്കാഗോ സർവ്വമത സമ്മേളനത്തിൽ അദ്ദേഹം വരയ്ക്കുന്ന ചിത്രം ആരുടേതാ? മഹാവത എന്നറിയപ്പെടുന്ന എന്ന പേരുള്ള തന്റെ മകളുടെ ചിത്രമാണ്. തന്റെ മകള് കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്ന ചിത്രം. ചിത്രത്തിന്റെ പേര് ദേർ കംസ് പപ്പ, ദാ അച്ഛൻ വരുന്നു. അച്ഛനുണ്ടോ ഈ ചിത്രത്തില്? ഇല്ല, ഈ ചിത്രത്തിൽ എവിടെയും അച്ഛനെ കാണിക്കുന്നില്ല. പക്ഷേ അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തുണ്ടാകുന്ന ഭാവമാണ് ഈ ചിത്രത്തിൽ അദ്ദേഹം വരച്ചിരിക്കുന്നത്. ദാ അച്ഛൻ വരുന്നു. ചിക്കാഗോ സർവ്വമത സമ്മേളനത്തിൽ വരച്ചിരിക്കുന്ന ചിത്രം, അല്ലെങ്കിൽ ദേർ കംസ് പപ്പ. സോ ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. 1906 ആര് മരണപ്പെടുന്നത്? രാജാ രവിവർമ്മ മരണപ്പെടുന്നത്. അതിന് 2 വർഷം മുൻപ് 1904 അദ്ദേഹത്തിനെ തേടിയെത്തിയ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണ് എന്ത്? കൈസറി ഹിന്ദ് പുരസ്കാരം. അല്ലെ, രാജാ രവിവർമ്മയുടെ അവസാന കാലഘട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ് കൈസർ ഇ ഹിന്ദ് പുരസ്കാരം. അന്നത് നൽകിയിട്ടുണ്ടാവുന്നത് ആരായിരിക്കും? 1904 ഒരു ബ്രിട്ടീഷുകാരൻ രവിവർമ്മയ്ക്ക് ഈ പുരസ്കാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും? അത് കഴ്സൺ പ്രഭു ആയിരിക്കും. അല്ലെ, കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടമാണല്ലോ. സോ കഴ്സൺ പ്രഭുവാണ് രാജാ രവിവർമ്മയ്ക്ക് എന്ത് പുരസ്കാരം കൊടുത്തിരിക്കുന്നത്? ഈ കേസർ ഈ ഹിന്ദ് രാജാ രവിവർമ്മയ്ക്ക് നൽകിയത് എന്ന വസ്തുത ഓർത്തുവെക്കുക. സോ ഇനി നമ്മൾ കാണുന്ന ചിത്രം, ഈ ചിത്രം കണ്ടു പരിചയം ഉണ്ടാവും അല്ലെ ചിലപ്പോൾ. ചിത്രത്തിന്റെ പേരാണ് യശോദയും കൃഷ്ണനും. രവിവർമ്മയുടെ ഒരു ചിത്രമാണ് യശോദയും കൃഷ്ണനും. എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ വിൽക്കപ്പെടുന്നുണ്ടല്ലേ. തിരുവനന്തപുരം കിളിമാനൂര് ആർട്ട് ഗാലറി, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും പല ആർട്ട് ഗാലറികളും ഉണ്ട് അല്ലേ. ഈ ആർട്ട് ഗാലറികളിലൂടെ വിൽക്കപ്പെടുന്നുണ്ട്. വാങ്ങി വെച്ചവർ ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ രവിവർമ്മയുടെ ചിത്രം വാങ്ങി വെച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞത് വിറ്റ് കുറച്ച് കാശുണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സോ രവിവർമ്മയുടെ ചിത്രങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നിലവിലെ റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തുകയ്ക്ക് വിൽക്കപ്പെട്ട ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അതേതാ? അത് യശോദയും കൃഷ്ണനും എന്ന് പറയുന്ന ചിത്രമാണ്. യശോദയും കൃഷ്ണനും. അത് വിൽക്കപ്പെട്ട തുക 167.2 കോടി രൂപയ്ക്കാണ് അല്ലേ. 167 കോടി രൂപയ്ക്കാണ് യശോദയും കൃഷ്ണനും എന്ന് പറയപ്പെടുന്ന രവിവർമ്മയുടെ ചിത്രം വിൽക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ 167 കോടി എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുമായിരിക്കും നിങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കപ്പെട്ട ചിത്രം, ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് വിൽക്കപ്പെട്ട ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ലിയനാർഡോ ഡാവിഞ്ചി വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് സാൽവേറ്റർ മുണ്ടി. സാൽവേറ്റർ മുണ്ടി എന്നറിയപ്പെടുന്ന ഈ ഒരു ചിത്രമാണ് കേട്ടോ ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് വിൽക്കപ്പെട്ടത്. രവിവർമ്മയുടെ ചിത്രം അങ്ങ് ചെറുതായിപ്പോയി അല്ല ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇതിൻ്റെ തുകയൊന്ന് വായിച്ചു നോക്കി. 3750 കോടി രൂപയ്ക്ക് വിൽക്കപ്പെട്ട ചിത്രമാണ് സാൽവേറ്റർ. വരച്ചിരിക്കുന്ന ആരാ? ഡാവിഞ്ചി. ഓക്കെ, മറന്നു പോരുതേ. യെസ്. ഓക്കെ, രാജാ രവിവർമ്മ 1906 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ 65ാം ചരമവാർഷികം. ഒക്ടോബർ 2 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ 65ാം ചരമവാർഷികം. 65ാം ചരമവാർഷികം എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ് വരുന്നത്? 1971 അല്ലേ. 1971 ഓക്കെ, ചരമവാർഷികം താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കുക. അപ്പോൾ ഈ 65ാം ചരമവാർഷികത്തിൽ
1971 അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് നമ്മൾ പുറത്തിറക്കി. രാജാ രവിവർമ്മയുടെ സ്റ്റാമ്പ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ ചിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് രാജാ രവിവർമ്മയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്, അല്ലേ? അങ്ങനെ ഒരു പരമ്പര തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഗണത്തിലേക്ക് വരികയാണ് രാജാ രവിവർമ്മ. 1971 രവിവർമ്മയുടെ സ്റ്റാമ്പ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയത് എന്ന വസ്തുത മനസ്സിലാക്കുക. ക്ലിയർ? രാജ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ അന്ന് അദ്ദേഹം റിവഞ്ച് ചെയ്ത ആ ചിത്രം നിങ്ങളൊന്ന് കണ്ടോളൂ. മുല്ലപ്പൂ ചൂടിയ നായർ വനിത. രാജാ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രം. തന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്ത മറുപടിയായിരുന്നു മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന ഈ ചിത്രം. യെസ്. മറ്റു പ്രധാനപ്പെട്ട സൃഷ്ടികൾ ഏതൊക്കെയെന്ന് നോക്കാം. PSC പരീക്ഷകളിലെ പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാധാമാധവം മറ്റൊരു ചിത്രമാണ്. വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, സീതാ സ്വയംവരം, അമ്മയും മകനും, സീതാഭൂപ്രവേശം, ശ്രീരാമ പട്ടാഭിഷേകം, വിശ്വാമിത്രനും മേനകയും, ശ്രീകൃഷ്ണ ജനനം, അർജുനനും സുഭദ്രയും, സ്നാനം കഴിഞ്ഞ സ്ത്രീ, നർത്തകി, വിദ്യാർത്ഥി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ, ഉദയ്പൂർ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെ ലിസ്റ്റ് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം ഇദ്ദേഹം വരച്ച ചിത്രങ്ങൾ അത്രമാത്രമുണ്ട്. ഓക്കെ. സോ രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് കേരളീയ ചിത്രകലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിലേക്കാണ്. കോവലേഴി ചിരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്ന നമ്മുടെ KCS പണിക്കർ. KCS പണിക്കർ, കോവലേഴി ചിരമ്പത്തൂർ ശങ്കരപ്പണിക്കർ. കേരളീയ ചിത്രകലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കലാകാരൻ, അല്ലേ? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാജാ രവിവർമ്മയുടെ നിഴലിൽ ഈ ഒരു പേര് പുറം ലോകം അറിയാതെ പോയി. എന്നാലും നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു കലാകാരൻ തന്നെയാണ് ഈ KCS പണിക്കർ എന്നറിയപ്പെടുന്നത്. കാരണം ചിത്രരചനയ്ക്ക് 1965 ദേശീയ പുരസ്കാരം നേടിക്കൊണ്ട് നമ്മുടെ കേരളീയ ചിത്രകലയെ ദേശീയ തലത്തിൽ എത്തിച്ച ഒരു കലാകാരനാണ് ഈ KCS പണിക്കർ, അല്ലെങ്കിൽ കോവലേഴി ചിരമ്പത്തൂർ ശങ്കരപ്പണിക്കർ. ഓക്കെ. അപ്പോൾ ശങ്കരപ്പണിക്കർക്ക് ചിത്രരചനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വർഷം 1965 അല്ലേ? തൊട്ടടുത്ത വർഷം KCS പണിക്കരെ PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിലെത്തിക്കുന്ന ഒരു വസ്തുതയുണ്ട്. തൊട്ടടുത്ത വർഷം അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയൊരു സംഭാവന, ചോളമണ്ഡലം കലാഗ്രാമം. തമിഴ്നാട്ടിലെ മദ്രാസ് കേന്ദ്രീകരിച്ച് അടുത്ത വർഷമായ 1966 KCS പണിക്കർ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ചോളമണ്ഡലം കലാഗ്രാമം. ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി, ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി KCS പണിക്കർ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ചോളമണ്ഡലം കലാഗ്രാമം. ഇതിലുപരിയായിട്ട് KCS പണിക്കരെ കുറിച്ച് മറ്റെന്തെങ്കിലും ചോദ്യം പരീക്ഷയിൽ വരാറുണ്ടോ? ഉണ്ട്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ. KCS പണിക്കരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാ നോക്കാം. ഒന്ന് ക്രിസ്തുവും ലാസറും, മലബാർ കർഷകർ, ലുംബിനി. പലതവണ പരീക്ഷകളിൽ നിങ്ങൾ കണ്ടു മറന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലേ? ലുംബിനി, സമാധാനമുണ്ടാക്കുന്നവർ, റിവർ, ഡോഗ്, വേർഡ്സ് ആൻഡ് സിംബൽസ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ KCS പണിക്കരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്നോർത്തു വയ്ക്കുക. ഓക്കെ. ഇനിയുണ്ടോ കേരളത്തിൽ ആരെങ്കിലും അറിയപ്പെടുന്ന പ്രഗത്ഭരായ ചിത്രകാരന്മാർ, ചിത്രകാരി, അല്ലേ? പുരുഷ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പുരുഷ കലാകാരന്മാർ മാത്രമേ കേരളത്തിലുള്ളോ? വനിതയുണ്ടോ? ഉണ്ട്. ആരാണ്? TK പത്മിനി, അല്ലേ? കേരളീയ ചിത്രകലയിൽ ഈ ഒരു മേഖലയിൽ അഭിമാനത്തോടു കൂടി നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു കലാകാരിയാണ് TK പത്മിനി. TK പത്മിനി
നമുക്കറിയാം, ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭയായ ചിത്രകാരി ആരെന്ന് ചോദിച്ചാൽ അത് അമൃത ഷേർഗിൽ എന്നൊരു കലാകാരിയാണ് അല്ലേ. ഈ അമൃത ഷേർഗിൽ ദേശീയ തലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രകാരിയാണെങ്കിൽ കേരളത്തിന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു ചിത്രകാരിയാണ് TK പത്മിനി. ഈ TK പത്മിനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? കേരളത്തിൻ്റെ അമൃത ഷേർഗിൽ അല്ലേ. കേരളത്തിൻ്റെ അമൃത ഷേർഗിൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് TK പത്മിനിയാണ്. സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത TK പത്മിനി എന്ന മലയാള സിനിമ കണ്ടവർക്കറിയാം, TK പത്മിനിയുടെ ഈ ഒരു കലാകാരിയുടെ ജീവചരിത്രം പൂർണ്ണമായിട്ടും ആ ഒരു സിനിമയിലൂടെ മലയാളികൾ കണ്ടിട്ടുണ്ട്. TK പത്മിനിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിലേക്ക് നമുക്ക് പോയാലോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം തന്നെയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി. മുൻകാല ചോദ്യമാണ്, പരീക്ഷകളിൽ വന്നിട്ടുണ്ട് അല്ലേ. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, നീലനദി, ദയാനം, നിലാവ്, ഡിസയർ, ഡ്രീംലാൻഡ്, ഡോൺ, വുമൺ, ഗ്രോത്ത്. TK പത്മിനിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. TK പത്മിനിയുടെ ജീവചരിത്രം രചിക്കപ്പെട്ടിട്ടുണ്ട്. TK പത്മിനിയുടെ ജീവചരിത്രം ഏതാണ് എന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തുവാണ്. TK പത്മിനി കലയും ജീവിതവും എന്നാണ് ഈ കൃതിയുടെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് പൊന്ന്യം ചന്ദ്രനാണ്. പൊന്ന്യം ചന്ദ്രനാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന വസ്തുത കൂടെ ഒന്ന് ഓർത്തു വെക്കുക. പൊന്ന്യം ചന്ദ്രൻ. ക്ലിയർ? യെസ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കലാകാരൻ അല്ലേ, ആനുകാലികമായിട്ട് പ്രാധാന്യമുണ്ട്. കാരണം ഇദ്ദേഹം മരണപ്പെട്ടിട്ട് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ പേര് KM വാസുദേവൻ നമ്പൂതിരി എന്നാണെങ്കിൽ പോലും മലയാളികൾക്ക് അദ്ദേഹത്തെ അറിയണമെങ്കിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നൊരു പേരേ ആവശ്യമുള്ളൂ അല്ലേ. ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഒരു പക്ഷേ കേരള പോലീസിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിരിക്കുന്ന കേരള ചിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ആർട്ടിസ്റ്റ് നമ്പൂതിരി ആയിരിക്കും. കാരണം രേഖാചിത്രങ്ങളിലൂടെ പ്രഗത്ഭനായിരിക്കുന്ന കേരളീയ ചിത്രകാരനാണ് ആര്? ആർട്ടിസ്റ്റ് നമ്പൂതിരി, KM വാസുദേവൻ നമ്പൂതിരി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് പോലും അദ്ദേഹം എഴുതിയിരിക്കുന്ന പേര്, നൽകിയിരിക്കുന്ന പേരെന്താ? അത് രേഖകൾ എന്നാണ്. രേഖാചിത്രങ്ങളിലൂടെ പ്രഗത്ഭനായി. അതുകൊണ്ട് അദ്ദേഹം രേഖകൾ എന്ന പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ആത്മകഥ എഴുതിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് മലയാള സിനിമകളുടെ ആർട്ട് ഡയറക്ടറൊക്കെ ആയിട്ട് ജോലി ചെയ്തൊരാൾ കൂടെയാണ് ആര്? ആർട്ടിസ്റ്റ് നമ്പൂതിരി. കാരണം പല പുരസ്കാരങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ള ജി അരവിന്ദൻ എന്ന് പറയുന്നത് മലയാളത്തിന് എന്നും അവകാശത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു മികച്ച സംവിധായകനാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഉത്തരായനം, കാഞ്ചനസീത, കുമ്മാട്ടി, അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അതിൽ ഉത്തരായനം, കാഞ്ചനസീത എന്നീ 2 സിനിമകളുടെ ആർട്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്ത ആളുകൂടെയാണ് ആര്? ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല കവികളുടെയും പല പുസ്തകങ്ങളുടെയും കവർ പേജിലെ ചിത്രങ്ങൾ വരച്ചു കൊടുത്തത് ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട് PSCയിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം എന്ത്? യഥാർത്ഥ നാമം എന്ത്? KM വാസുദേവൻ നമ്പൂതിരി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് രേഖകൾ. ഇതുകൂടെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. സോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രകാരൻ്റെ പേരാണ് CN കരുണാകരൻ. CN കരുണാകരൻ. ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിനേക്കാൾ ഉപരി അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന സംഭാവനയാണ് പരീക്ഷയിൽ കൂടുതലും ചോദിക്കാറുള്ളത് അല്ലേ. CN കരുണാകരൻ നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭാവന എന്താണ്? ചിത്രകൂടം എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് ആർട്ട് ഗ്യാലറി നിർമ്മിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് CN കരുണാകരൻ. അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേരും എന്തുകൊണ്ടും ഇതിന് ചേർന്നൊരു പേര് തന്നെയാണ് ചിത്രകൂടം. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ആർട്ട് ഗ്യാലറി സ്ഥാപിക്കുന്നത് CN കരുണാകരനാണ്. അതിൻ്റെ പേരെന്താണ്? ചിത്രകൂടം എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ചിത്രം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരുപാട് മുൻപ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ ചിത്രം ഏതാണ്? ട്രൈബൽ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ട്രൈബൽ വിച്ചസ് എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. ട്രൈബൽ വിച്ചസ്.
അപ്പോൾ നമ്മുടെ CN കരുണാകരന്റെ സൃഷ്ടികളിൽ ഒരു പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് ഇത്, ട്രൈബൽ വിച്ചസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന നമ്മൾ പഠിക്കേണ്ടത് എന്ത് തന്നെയാ? ചിത്രകൂടം എന്ന് പറയുന്ന ദ ഫസ്റ്റ് പ്രൈവറ്റ് ആർട്ട് ഗാലറി. ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഓക്കെ. സോ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. കേരളീയ ചിത്രകല എന്ന് പറയുന്ന മേഖലയിൽ ഏതൊരു മലയാളിയും ദുഃഖത്തോടു കൂടി കാണുന്ന ഒരു കലാകാരൻ, അല്ലെ, സങ്കടത്തോടു കൂടി ഓർക്കുന്ന ഒരു കലാകാരൻ. കലാകാരന്റെ പേര് മാസ്റ്റർ ക്ലിന്റ്. ക്ലിന്റ് എന്നാണ് പേര്. ക്ലിന്റ് എന്ന് പറയുന്ന ഈ കലാകാരന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം മലയാളത്തിലൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ക്ലിന്റ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ. വർണ്ണങ്ങളുടെ രാജകുമാരൻ എന്നാണ് ഈ കലാകാരൻ അറിയപ്പെടുന്നത്. വർണ്ണങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മാസ്റ്റർ ക്ലിന്റ്, അദ്ദേഹം കേരളീയ ചിത്രകലയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, 6 വയസ്സ് തികഞ്ഞപ്പോഴേക്ക്, 6 വയസ്സായപ്പോഴേക്ക് 25,000 ചിത്രങ്ങൾ വരച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ കലാകാരനാണ് മാസ്റ്റർ ക്ലിന്റ്. മറ്റൊരു രീതി പറഞ്ഞാൽ, രാജാ രവിവർമ്മയ്ക്ക് പോലും നേടാൻ സാധിക്കാത്തൊരു റെക്കോർഡ് നേടിയ കലാകാരൻ. 6 വയസ്സായപ്പോഴേക്ക് 25,000 ചിത്രങ്ങൾ വരച്ച് റെക്കോർഡ് നേടുക എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച ചിത്രം പോലെയല്ല. 6 വയസ്സിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളും കുറേ വരച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അതുപോലെയല്ല. നമ്മൾ വരച്ച ചിത്രം എന്താ? 6 വയസ്സിനുള്ളിൽ നമ്മൾ വരച്ച 25,000 ചിത്രം വരച്ചാലും ആ 25,000 ചിത്രങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. എന്തായിരിക്കും? നമ്മുടെ സ്ഥിരം ചിത്രം ഉണ്ടല്ലോ, മല, സൂര്യൻ, കാക്ക, ചിലപ്പോൾ ഒരു മരവും ഉണ്ടാവും, ചിലപ്പോൾ ഒരു വീടും ഉണ്ടാവും. അതല്ലായിരുന്നു മാസ്റ്റർ ക്ലിന്റ് വരച്ച ചിത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഉത്സവപ്പറമ്പ് എന്ന് പറയുന്ന ഒരു ചിത്രം തന്നെ എടുത്താൽ മതി എത്രമാത്രം റേഞ്ചിലായിരുന്നു ഈ ഒരു കലാകാരൻ്റെ കഴിവ് എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ, കണ്ണു പറ്റാതെ സൂക്ഷിക്കണം, അല്ലെ, കണ്ണു പറ്റാതെ നോക്കണം എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി മാസ്റ്റർ ക്ലിന്റിൻ്റെ ജീവിതം. 6 വയസ്സിൽ 25,000 ചിത്രങ്ങൾ വരച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ കലാകാരൻ 6 വയസ്സ് കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയായിരുന്നു, അല്ലേ. മരണപ്പെട്ടു പോയൊരു കലാകാരനാണ് മാസ്റ്റർ ക്ലിന്റ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഒരു പ്രധാന ചിത്രം നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക, ഉത്സവപ്പറമ്പ്. ഉത്സവപ്പറമ്പ് തെയ്യത്തിൻ്റെയും പല അനുഷ്ഠാന കലകളുടെയും ചിത്രങ്ങളൊക്കെ ആയിരുന്നു മാസ്റ്റർ ക്ലിന്റിന് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. അത്തരം ഒരുപാട് ചിത്രങ്ങൾ വരച്ചെങ്കിലും അതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഉത്സവപ്പറമ്പ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സൃഷ്ടാവാര്? അത് മാസ്റ്റർ ക്ലിന്റ് ആണ്. സോ കേരളീയ ചിത്രകലയുടെ ആദ്യഘട്ടം മുതൽ, കേരളീയ ചിത്രകലയിലെ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. കളമെഴുത്തിൽ നിന്ന് നിലത്തുള്ള ചിത്രം ചുമരിലെത്തി, ചുമരിലെ ചിത്രം ക്യാൻവാസിലെത്തി, അല്ലേ. ഇപ്പം ലോകത്തിലെ പല രാജ്യങ്ങളിലും കേരളത്തിലെ ചിത്രകല ക്യാൻവാസിലൂടെ എത്തിയിരിക്കുകയാണ്. സോ കേരളീയ ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഇത്രയും വസ്തുതകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ ആണോ? ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ എന്ന്. യെസ്, ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളെ നമുക്കൊന്ന് പരീക്ഷിക്കാം. ഇതിൽ ചില മുൻകാല ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാത്ത ചില ചോദ്യങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം എന്താണ്? രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തതേത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ എ കാണുന്നത് വീണ മീട്ടുന്ന സ്ത്രീ, ബി ഹംസവും ദമയന്തിയും, സി ഉമയുടെ തപസ്യ, ഡി വിശ്വാമിത്രനും മേനകയും. (2023) നടന്ന പരീക്ഷയിലെ ഒരു ചോദ്യമാണ്, അല്ലേ. രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്ത ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ഉമയുടെ തപസ്യയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഉമയുടെ തപസ്യ എന്ന ചിത്രമാണ്. കാരണം മറ്റു ചിത്രങ്ങളൊക്കെ രവിവർമ്മയുടെ സൃഷ്ടികൾ തന്നെയാണ്. പട്ടം പറത്തുന്ന പെൺകുട്ടി, ഞാൻ ആ ചിത്രം പറഞ്ഞപ്പോൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടം പറത്തുന്ന പെൺകുട്ടി ഏത് ചിത്രകാരിയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്? പട്ടം പറത്തുന്ന പെൺകുട്ടി ഏത് ചിത്രകാരിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ
ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാണുന്നത് TK പത്മിനി, ബി കാണുന്നത് രതിദേവി പണിക്കർ എന്നാണ്, സി അഞ്ജലി ഇളമേനോൻ, ഡി നിജീന നീലാംബരൻ. നമുക്ക് അവിടേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല അല്ലേ, കാരണം ഒരു ചിത്രകാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് തന്നെയാണ്, അത് TK പത്മിനി തന്നെയാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: ഉദയംപേരൂർ സുന്നഹദോസിന് ശേഷമാണ് ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ ചുമർ ചിത്രകല ആരംഭിച്ചത്. കേരളീയ ചിത്രകലയുടെ രണ്ടാം ഘട്ടമായിട്ടുള്ള ചുമർ ചിത്രകലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ആദ്യകാലങ്ങളിൽ ഗുഹാക്ഷേത്രങ്ങളിലായിരുന്നു. ആദ്യത്തെ ചുമർ ചിത്രം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? കന്യാകുമാരിയിൽ തിരുനന്തിക്കര ഗുഹാക്ഷേത്രത്തിന്റെ ചുമരിലുണ്ടായിരുന്ന ചിത്രമായിരുന്നു അല്ലേ. അവിടെ നിന്നും അത് സാധാരണ ക്ഷേത്രങ്ങളിലേക്ക് എത്തി, ആ ക്ഷേത്രങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിലേക്ക് എത്തി, അവിടെ നിന്നും തറവാടുകളിലേക്ക് എത്തി. എന്നാലും ഒരു ഹൈന്ദവ ചിത്രകല എന്ന രീതിയിലായിരുന്നു ഈ ചുമർ ചിത്രം ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് നവോത്ഥാനം സംഭവിച്ചത് എപ്പോഴായിരുന്നു? ഉദയംപേരൂർ സുന്നഹദോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണല്ലേ, ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുമർ ചിത്രങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുമർ ചിത്രങ്ങളുള്ള സംസ്ഥാനം കേരളമാണോ? ആണോ? അല്ല. ഏതായിരുന്നു? രാജസ്ഥാൻ അല്ലേ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ചുമർ ചിത്രം കണ്ടെത്തിയത് വർക്കലയിലെ പെർഫോമിംഗ് ആർട്ട് ഗാലറിയിൽ നിന്നുമാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ചുമർ ചിത്രം കണ്ടെത്തിയത് വർക്കലയിലെ പെർഫോമിംഗ് ആർട്ട് ഗാലറിയിൽ നിന്നാണോ? അല്ല. പെർഫോമിംഗ് ആർട്ട് ഗാലറിയിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? ആറന്മുളയിലെ ഗുരുകുലത്തിലെ ചിത്രകാരന്മാർ വരച്ചിരിക്കുന്ന ഈ ചിത്രമാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം എന്നാണ് നമ്മൾ പഠിച്ചത്. അല്ലാതെ ഏറ്റവും പഴക്കം ചെന്നത് ഇവിടെയാണോ? അല്ല, അത് കന്യാകുമാരിയിലെ തിരുനന്തിക്കര ഗുഹാക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ശരിയായത് ഇത് മാത്രമേ ഉള്ളൂ: ഉദയംപേരൂർ സുന്നഹദോസിന് ശേഷമാണ് ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ ചുമർ ചിത്രകല ആരംഭിച്ചത് എന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാര്? ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നന്ദലാൽ ബോസ് ആണോ? രാജ രവിവർമ്മയാണോ? ആധുനിക എന്നൊരു വാക്കുണ്ടല്ലേ, മോഡേൺ, ആധുനിക. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സംശയവും വേണ്ട. അതാരാണ്? അത് രാജ രവിവർമ്മയാണ് അല്ലേ. എന്നാൽ നന്ദലാൽ ബോസോ? അദ്ദേഹം ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ്. എന്നാൽ ആധുനിക കേരളീയ ചിത്രകലയുടെ പിതാവോ? അത് KCS പണിക്കരാണ്. ആധുനിക കേരളീയ ചിത്രകലയുടെ പിതാവ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അത് KCS പണിക്കരാണ്. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുമരിൽ പശ ഉണങ്ങിയ ശേഷം വരയ്ക്കുന്ന ചിത്രരചനാ രീതി ഏത്? ചുമരിൽ പശ ഉണങ്ങിയ ശേഷം ഏതാ? മ്യൂറൽ പെയിന്റിംഗ്. പശ ഉണങ്ങുന്നതിന് മുൻപാണെങ്കിലോ അത് ഫ്രെസ്കോ പെയിന്റിങ്ങുമാണ്. ഇറ്റ്സ് എ കൺഫ്യൂസിംഗ് ഫാക്ട്, മാറിപ്പോരുത്, ശ്രദ്ധിച്ചേക്കണം. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ രാജ രവിവർമ്മ വരച്ച ചിത്രത്തിന്റെ പേരെന്തായിരുന്നു? 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദനൊപ്പം വേദി പങ്കിട്ട സന്ദർഭത്തിൽ അദ്ദേഹം വരച്ച ചിത്രത്തിന്റെ പേരെന്തായിരുന്നു? ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അച്ഛനും ഉണ്ട്. ദാ അച്ഛൻ വരുന്നു, മുല്ലപ്പൂ ചൂടിയ നായർ യുവതി, അത് റിവഞ്ച് ആയിരുന്നു അല്ലേ. മുല്ലപ്പൂ ചൂടിയ നായർ യുവതി, ദാരിദ്ര്യം എന്നൊരു ചിത്രവും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോ ഡൗട്ട് നമ്മുടെ ഉത്തരം ഏതാ? ദാ അച്ഛൻ വരുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുണ്ടോ നോക്കണം. ദേർ കംസ് പപ്പ എന്ന പേരുണ്ടോ എന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ദാ അച്ഛൻ വരുന്നു അല്ലേ. ഇതിന് മോഡലായിട്ട് അദ്ദേഹം കാണിച്ചത് ആരെയായിരുന്നു? മകൾ ആയിരുന്ന മഹാവതയാണ് കേട്ടോ. മഹാവത.
അദ്ദേഹത്തിൻ്റെ മകളായ മഹാവതയുടെ ചിത്രമാണ് അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ മോഡലായിട്ട് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ദേർ കംസ് പപ്പ. ക്ലിയർ? യെസ്. ചോളമണ്ഡല കലാഗ്രാമം സ്ഥാപിച്ചതാര്? അല്ലേ, ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ മദ്രാസിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോളമണ്ഡലം കലാഗ്രാമം. ഈ സ്ഥാപനം സ്ഥാപിച്ചതാരും ഓപ്ഷനിൽ നോക്കാം. രാജ രവിവർമ്മ. രവിവർമ്മയാണോ? അല്ല, രവിവർമ്മയല്ല. ആർട്ടിസ്റ്റ് നമ്പൂതിരി. രേഖകൾ എന്ന് പറയുന്ന ആത്മകഥ എഴുതി ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. KCS പണിക്കർ, TK പത്മിനി. നോ ഡൗട്ട് ഇതിന് ഉത്തരം ആരാണ്? അത് KCS പണിക്കരാണ്. അല്ലേ? ഏത് വർഷമായിരുന്നു ഇത് സ്ഥാപിച്ചേ? 1966 ഒരു കാര്യം ഓർക്കണം, 65 നാഷണൽ അവാർഡ്, അല്ലേ? 66 ഇദ്ദേഹം ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ചിട്ടുണ്ട്. സോ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്തു? ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഉത്തരങ്ങളിൽ എത്താൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മുടെ സൈലം PSC നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് LP-UP ദ്രോണ 3.0 ബാച്ച്. LP-UPയുടെ പുതിയ ബാച്ചിൻ്റെ വാലിഡിറ്റി വരുന്നത് 1 വർഷമാണ്. 1 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് 3499 രൂപയാണ്. വിശദ വിവരങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സുവർണാവസരം നിങ്ങൾ കളയരുത്. ഇനി ചോദ്യം വീണ്ടും നമുക്കൊരു കുറഞ്ഞ ചോദ്യങ്ങളിലൂടെ നോക്കിയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആര്? ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് രവിവർമ്മയാണെങ്കിൽ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു? അത് നന്ദലാൽ ബോസാണ്. കേരളീയ ചിത്രകലയുടെ 1ാം ഘട്ടം എന്നറിയപ്പെടുന്നത് ആദ്യം വരച്ചത് എവിടെയായിരുന്നു? തറയിലായിരുന്നു, അല്ലേ? നിലത്തായിരുന്നു. സോ കളമെഴുത്താണ് കേരളീയ ചിത്രകലയുടെ 1ാം ഘട്ടം എന്നറിയപ്പെടുന്നത്. കളമെഴുത്ത്. 2ാം ഘട്ടമാണ് ഇത് ചുമർ ചിത്രം. 2ാം ഘട്ടം എന്നറിയപ്പെടുന്നത് ചുമർ ചിത്രമാണ്. ക്ലിയർ? യെസ്. കളമെഴുത്തുമായി ബന്ധപ്പെട്ട കേരളീയ കലാരൂപം കഥകളി, മോഹിനിയാട്ടം, മുടിയേറ്റ്, തെയ്യം എന്നൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. കളമെഴുത്തുമായി ബന്ധപ്പെട്ട കേരളീയ കലാരൂപം, മോഹിനിയാട്ടത്തിലും കഥകളിയിലും തെയ്യത്തിലും കളമെഴുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചില തെയ്യങ്ങളിലൊക്കെ കളമെഴുത്ത് കാണാം, പക്ഷേ അത്ര പ്രാധാന്യമില്ല. മുടിയേറ്റാണ് നമ്മുടെ ഉത്തരം. മുടിയേറ്റ്. ഓക്കെ. സോ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. കേരളീയ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും നമ്മൾ പരിശോധിച്ചു. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ എന്താണ് നമ്മുടെ ടർബോ 12 ഒന്നുകൂടെ ഞാൻ പറയാം. ഈ പരീക്ഷ ജൂൺ 1 മുതൽ ജൂൺ 12 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് അത് പഠിച്ച് ജൂൺ 15-ാം തീയതി നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ പരീക്ഷ എഴുതി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. റാങ്ക് 1 മുതൽ 5 വരെയുള്ള ആളുകൾക്ക് 100% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് സൈലത്തിൽ പഠിക്കാനുള്ള ഓഫറുണ്ട്. 6 മുതൽ 10 വരെയാണ് റാങ്കെങ്കിൽ 50% ഡിസ്കൗണ്ട്. അതുപോലെ 11 മുതൽ 15 വരെയാണ് നിങ്ങളുടെ റാങ്കെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. 16 മുതൽ 20 വരെ റാങ്ക് കിട്ടുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അവിടെയും തീരുന്നില്ല. സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജൂൺ 22 മുൻപ് ജോയിൻ ചെയ്താൽ 10% സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. സോ ഈ ഒരു സുവർണാവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം സൈലം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു അവസരം കൊണ്ടു തരുമ്പോൾ അത് ഉപയോഗിക്കുക. 2027 LDC പരീക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ആദ്യം LDC 2027 നേടുമെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ആഗ്രഹിക്കുക. ആ സ്വപ്ന നേട്ടത്തിലേക്കുള്ള യാത്ര അത് സൈലത്തിൻ്റെ കൂടെ തന്നെ എത്തിച്ചേർക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.